വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമുക്കിന്ന് ഹൈവേ എഞ്ചിനീയറിംഗിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ റോഡ് കണക്റ്റിംഗ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിലെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നത് ഈ താഴെ പറയുന്നതിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് ആൻസർ വരുന്നത് സ്റ്റേറ്റ് ഹൈവേ ആണ്. അതുപോലെ സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ക്യാപിറ്റൽ ടു ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, അതുപോലെ ഇപ്പോൾ ഈ ക്വസ്റ്റിനിൽ പറഞ്ഞ പോലെ തന്നെ വേരിയസ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെ തമ്മിൽ ഈ NHൻ്റെ തന്നെ അഡ്ജസൻറ്റ് സ്റ്റേറ്റ്സിലുള്ള റോഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൗൺസ് അതുപോലെ സിറ്റീസിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്? സ്റ്റേറ്റ് ഹൈവേ യൂസ് ചെയ്യാറുണ്ട്. മാക്സിമം സ്പീഡ് സ്റ്റേറ്റ് ഹൈവേയിൽ നോർമൽ കേസിൽ പറയുകയാണെങ്കിൽ 100 km/h ആണ്. ഇത് തന്നെയാണ് നമ്മൾ NHലും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following transport system is cheapest in construction and maintenance? കൺസ്ട്രക്ഷനും ചീപ്പാണ്, മെയിൻ്റനൻസിനും ചീപ്പാണ്. ഏതെന്ന് നോക്കിക്കേ. റെയിൽവേ, റോഡ് വേ, എയർപോർട്ട്, വാട്ടർ വേ. ഇതിൽ റെയിൽവേ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആവും. റോഡും അങ്ങനെ തന്നെ, റോഡിനൊക്കെ മെയിൻ്റനൻസ് ഒരുപാടാണ്. എയർവേ ഈ രണ്ടിനെ അപേക്ഷിച്ച് എയർവേ കുറച്ചുകൂടെ മെയിൻ്റനൻസ് മാത്രമല്ല ആ ഒരു ഇനിഷ്യൽ കോസ്റ്റ്, ഈ മൂന്നിന് ഇനിഷ്യൽ കോസ്റ്റ് കൂടുതൽ തന്നെയാണ്. പക്ഷേ വാട്ടർ വേയിലെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ലെസ് ആണ്, കൺസ്ട്രക്ഷൻ കോഴ്സും കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്ന് പറയുമ്പോൾ വാട്ടർ വേ ആണ്. ഓക്കെ, വാട്ടർ വേ. ദ ഇയർ ഇൻ വിച്ച് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഈസ് മെയ്ഡ് എഫക്റ്റീവ് ഈസ്. മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഏത് ഇയർ ആണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിന് വരുന്നത്? ഓപ്ഷൻ സി ആണ്, 1939 ആണ് വരുന്നത്. 1939. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് IRC ഫോം ചെയ്ത ഇയർ. ശ്രദ്ധിക്കുക, IRC ഫോം ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1934 ആണ്. IRC ഫോം ചെയ്ത 1934. അതുപോലെ ഇപ്പം നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1939. അതുപോലെ ഈ ഒരു 30 റേഞ്ചിൽ വരുന്ന ഒരെണ്ണം കൂടെ ഉണ്ട്, സെൻട്രൽ റോഡ് ഓർഗനൈസേഷൻ 1930 ആണ് വരുന്നത്. ഇയേഴ്സൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. 1927 IRTDAയുടെ അണ്ടറിലാണ് ജേക്കബ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ഈ IRTDA എന്ന് പറയുന്നതും ഫോം ചെയ്തത് 1927 ആണ്. IRTDAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ് വരുന്നത്. IRTDA എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റോഡ് ട്രാൻസ്പോർട്ട്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. 1927 അതിൻ്റെ അണ്ടറിൽ തന്നെയാണ് ജേക്കബ് കമ്മിറ്റി ഫോം ചെയ്തത്. അതുപോലെ ഈ ജേക്കബ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടാണ്, 1928. അതിൽ ഫണ്ട് രൂപീകരിച്ച് വീണ്ടും ഒരു വർഷം കഴിഞ്ഞു, 1929. അതിനുശേഷമാണ് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തത്, CRO. ഓക്കെ, സെൻട്രൽ റോഡ് ഓർഗനൈസേഷൻ 1930. ദെൻ IRC 1934. 1939 മോട്ടോർ വെഹിക്കിൾ ആക്ട് ഫോം ചെയ്തു. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് CRRI ഫോം ചെയ്ത ഇയറും ഇമ്പോർട്ടൻ്റ് ആണ്. 1952 ആണ് വരുന്നത്. CRI എന്ന് പറയുന്നത് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ് വരുന്നത്. ഓക്കെ, IRCയുടെ ഹെഡ് ക്വാർട്ടേഴ്സും ന്യൂഡൽഹി തന്നെയാണ്. നമുക്ക് പറഞ്ഞതിൽ IRTDയുടെ മാത്രമാണ് മുംബൈയിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ പറഞ്ഞ എല്ലാം ഒന്ന് നോട്ട് ചെയ്തോളണേ. ആൻ അണ്ടർഗ്രൗണ്ട് പാസേജ് യൂസ്ഡ് ബൈ പെഡസ്ട്രിയൻസ്, വെഹിക്കുലാർ ട്രാഫിക് എക്സെട്ര ഈസ് നോൺ ആസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണിത്, സബ്വേ ആണ് വരുന്നത്. അണ്ടർഗ്രൗണ്ട് പാസേജ് പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ടുള്ളത്, വെഹിക്കുലാർ ട്രാഫിക് എക്സെട്ര ഈസ് നോൺ ആസ് സബ്വേ. എ റോഡ് കണക്റ്റിംഗ് വൺ ടൗൺ വിത്ത് അനദർ ടൗൺ ഈസ് നോൺ ആസ്. ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹൈവേ ആണ്. ചില ക്വസ്റ്റ്യൻസിൽ ഈ സെയിം തന്നെ കൺട്രി റോഡായിട്ടും കണ്ടിട്ടുണ്ട്. മെജോറിറ്റി ഹൈവേ ആണ് ആൻസർ വന്നേക്കുന്നത്. PMGSY എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പ്രധാൻ മന്ത്രി ഗ്രാം സഡക് യോജന. എ പ്രോഗ്രാം ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത്. എന്താണ് ഇതിൽ ഡീൽ ചെയ്തതെന്നാണ്? റൂറൽ റോഡ് ഡെവലപ്മെൻ്റ് ആണ് ഇതിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്തത് അല്ലെങ്കിൽ ഡീൽ ചെയ്തത്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ. ഇഫ് ദ ക്രോസ് സ്ലോപ്പ് ഓഫ് എ ടെറൈൻ ഈസ് 20% അക്കോർഡിംഗ് ടു IRC ക്ലാസിഫിക്കേഷൻ. ഓപ്ഷൻസ്: പ്ലെയിൻ ടെറൈൻ, റോളിംഗ് ടെറൈൻ, മൗണ്ടൻ ടെറൈൻ, സ്റ്റീപ്പ് ടെറൈൻ. 20% ആണ് ചോദിച്ചേക്കുന്നത്. സോ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. എന്ത് തന്നെയാണ് ആൻസർ വരുന്നത്? റോളിംഗ് ടെറൈൻ ആണ്. റോളിംഗ് ടെറൈൻ. ഇതിൽ കുറച്ചധികം വാല്യൂസ് നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ കാണാതെ പഠിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. ടെറൈനും അതിൻ്റെ ക്രോസ് സ്ലോപ്പുമാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്.
പ്ലെയിൻ ടെറൈൻ ആണെങ്കിൽ 0 to 10% ആണ് അവിടെ കൊടുക്കുന്ന ക്രോസ് സ്ലോപ്പ്. റോളിംഗ് ടെറൈൻ ആണെങ്കിൽ 10 to 20% ആണ്. മൗണ്ടെയിൻ ആണെങ്കിൽ 25 to 60% ആണ് വരുന്നത്. അതുപോലെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണെങ്കിൽ അതിൽ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 60% ആണ് വരുന്നത്. മൗണ്ടെയിനും സ്റ്റീപ്പും കൂടെ തന്നെ നമ്മൾ ഹില്ലി സെക്ഷൻ എന്ന് പറയാറുണ്ട്. ഹില്ലി ഏരിയ എന്ന് ചോദിച്ചാൽ ഗ്രേറ്റർ ദാൻ 25% എന്ന് പറഞ്ഞാൽ മതിയാവും. ഹില്ലി ഏരിയ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 25%. അതിൽ തന്നെ ഡിവൈഡ് ചെയ്ത് മൗണ്ടെയിൻ ആണ് എങ്കിൽ 25 to 60%, സ്റ്റീപ്പ് ആണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 60%. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. സിമൻറ്റ് ഗ്രൗട്ടഡ് പേയ്മെൻറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. സിമൻറ്റ് ഗ്രൗട്ടഡ് ആണ്, സിമൻറ്റ് കോൺക്രീറ്റ് അല്ല. സിമൻറ്റ് കോൺക്രീറ്റ് ആയിരുന്നു എങ്കിൽ ഇറ്റ്സ് എ റിജിഡ് പേയ്മെൻറ്റ്. സിമൻറ്റ് ഗ്രൗട്ടഡ് ആയതുകൊണ്ട് തന്നെ സെമി റിജിഡ് പേയ്മെൻ്റ് ആണ്. ന്യൂലി കൺസ്ട്രക്റ്റഡ് പേയ്മെൻറ്റ് വിത്ത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ് അറ്റെയിൻസ് ഇറ്റ്സ് വർക്കിംഗ് സ്ട്രെങ്ത് ആഫ്റ്റർ എത്രയാണ് വരുന്നത്? 28 days. ആൻ എക്സാമ്പിൾ ഓഫ് റിജിഡ് പേയ്മെൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കോൺക്രീറ്റ് റോഡാണ് റിജിഡ് പേയ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ. അതേസമയം ഫ്ലെക്സിബിൾ ആയിരുന്നു എങ്കിൽ ബിറ്റൂമിനസ് റോഡ് പറയാമായിരുന്നു. വാട്ടർ ബൗണ്ട് മെക്കാഡോ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഗ്രാവലായിട്ടും പറയാം, ഗ്രാവൽ റോഡ്. ഇൻ എ സിമൻറ്റ് കോൺക്രീറ്റ് റോഡ് എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് ആർ പ്രൊവൈഡഡ് അറ്റ് ഇൻ്റർവെൽസ് ഓഫ്. എക്സ്പാൻഷൻ ജോയിൻ്റ് എന്ന് പറയുമ്പം നോർമലി നമ്മൾ 20 മീറ്ററിലാണ് കൊടുക്കുന്നത്. റോളിംഗ് ഓഫ് റോഡ് ഷുഡ് ബി എങ്ങനെയായിരിക്കും? നമ്മുടെ ഈ പണി നടക്കുന്ന സമയത്ത് റോളിംഗ് ചെയ്യുന്നത് ഏത് ടു ഏത് വരെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ. ഫ്രം എഡ്ജ് ടു സെൻറ്റർ വിത്ത് ആൻ ഓവർലാപ്പ് ഓഫ് മിനിമം 30 cm. ആ ഒരു അറ്റത്ത് നിന്ന് എഡ്ജിൽ നിന്ന് സെൻറ്ററിലോട്ട് വരും എങ്കിൽ ആ കറക്റ്റ് ക്യാരേജ് വേയിൽ ആ ഒരു ക്യാമ്പറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എഡ്ജിൽ നിന്ന് ക്യാമ്പറിലോട്ട് അതുപോലെ ഒരു ഓവർലാപ്പ് എന്ന് പറയുന്നത് മിനിമം 30 cm എങ്കിലും വേണം. മിനിമം വാല്യൂ ആണ് പറയുന്നത്. മിനിമം 30 cm ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റോളിംഗ് ചെയ്യുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്തേക്കാം ഈ ക്വസ്റ്റ്യൻ. Bottommost layer of payment is known as wearing course, base course, sub-base course, subgrade course. അറിയാലോ, ബോട്ടമോസ്റ്റ് ആണ്. ബോട്ടമോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, സബ്ഗ്രേഡ് കോഴ്സ്. ഇൻ എ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സ് വീൽ ലോഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൽ വീൽ ലോഡ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? സ്ലാബ് ആക്ഷൻ, ഡയറക്ട്ലി ടു സബ്ഗ്രേഡ്, ഗ്രെയിൻ ടു ഗ്രെയിൻ ട്രാൻസ്ഫർ, ബീം ആക്ഷൻസ്. ഗ്രെയിൻ ടു ഗ്രെയിൻ ട്രാൻസ്ഫർ ആണ്. ഗ്രെയിൻ ടു ഗ്രെയിൻ ട്രാൻസ്ഫർ. ബ്ലീഡിംഗ് ഇൻ ബിറ്റൂമിനസ് പേയ്മെൻറ്റ് സർഫസ് കോസസ്. ബ്ലീഡിങ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ലോസ് ഓഫ് സ്കിഡ് റെസിസ്റ്റൻസ്. ബ്ലീഡിങ് ഇൻ ബിറ്റൂമിനസ് പേയ്മെൻറ്റ് സർഫസ് കോസസ് അതിൻ്റെ കാരണത്തിൽ വരുന്നതാണ് ലോസ് ഓഫ് സ്കിഡ് റെസിസ്റ്റൻസ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ബൈ യൂസിങ് കോഡ്സ് ഗിവൺ ബിലോ ദ ലിസ്റ്റ്. ഈ ഒന്ന് ലിസ്റ്റ് നോക്കിക്കേ, കറക്റ്റ് സൂം ഔട്ട് ചെയ്ത് തരാം. ഓക്കെ, ഇതിലൊന്ന് മാച്ച് ചെയ്തിട്ട് നമുക്ക് കോഡിലോട്ട് പോവാം. കൊറുഗേറ്റഡ് റെയിൽസ് ഏത് വരും? കൊറുഗേറ്റഡ് റെയിൽസ് പെട്ടെന്നൊന്ന് ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, കൊറുഗേറ്റഡ് റെയിൽസ് കൊറുഗേറ്റഡ് റെയിൽസ് എന്ന് പറയുമ്പോൾ ദ ടോപ്പ് സർഫസ് ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ് റിഡ്ജസ് ആൻഡ് ഹോളോസ്. അങ്ങനെയല്ലേ വരുന്നത്? ഈ ഒരു രീതിയിലല്ലേ കൊറുഗേഷൻ വരുന്നത്. സോ റിഡ്ജസ് പോർഷനും വരും, ഒരു ഹോളോ പോർഷനും വരും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? 3 അല്ലേ? ദ ടോപ്പ് സർഫസ് ഡെവലപ്സ് ഓൾട്ടർനേറ്റ് റിഡ്ജസ് ആൻഡ് ഹോളോസ്. അടുത്ത് പറയുന്നത് ബേഴ്സ്. എന്താണ് ബേഴ്സ്? ദ പ്രൊജക്ഷൻ ഓഫ് റെയിൽ ഓൺ ഗേജ് സൈഡ്. നമ്മുടെ ആ ഗേജിൻ്റെ സൈഡ് വരുന്നില്ല, ഗേജ് എന്ന് വെച്ചാൽ ഇന്നർ ഡിസ്റ്റൻസ് അറിയാലോ. ആ ഗേജിൻ്റെ സൈഡിൽ പ്രൊജക്ഷൻസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേഴ്സ് എന്ന് പറയുന്നത്. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചോയേ, ബേഴ്സ്. അടുത്ത് പറയുന്നത് വിയർ ഓഫ് റെയിൽ. വിയർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അവിടെ സംഭവിക്കുന്നത് എന്താണ്? വോൺ ഔട്ടായി പോവുകയല്ലേ ചെയ്യുന്നത്. ടോപ്പ് സർഫസ് ഗെറ്റ്സ് വോൺ ഔട്ട് ആണെങ്കിൽ അതെന്തായിരിക്കും? വിയർ ആയിരിക്കും വരുന്നത്. ഫ്ലാഞ്ച് ബിറ്റൺ റെയിൽസ് ഇനി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇന്നർ സൈഡ് ഓഫ് ഔട്ടർ റെയിൽ ഓൺ ദ കർവ്, അതിനെയാണ് നമ്മൾ ഫ്ലാഞ്ച് ബിറ്റൺ റെയിൽസ് എന്ന് പറയുന്നത്. സോ ഡി എന്ന് പറയുന്നത് 4. നമ്മുടെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. നമുക്ക് വന്നിരിക്കുന്നത് ഓപ്ഷൻ ഏതാണ്? 3, 2, 1, 4. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ സെമി
official body set up for controlling and standardization of roads under bridges in India? റോഡും ബ്രിഡ്ജസിനും ഒക്കെ നമ്മുടെ സെമി ഒഫീഷ്യൽ ബോഡി ഇന്ത്യയിലുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഡൗട്ടും വേണ്ട, IRC, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് 1934 ഫോം ചെയ്തത്. നാഗ്പൂർ റോഡ് പ്ലാൻ ഹാസ് റെക്കമെൻഡഡ് ദ യൂസ് ഓഫ് റോഡ് പാറ്റേൺ ടൈപ്സ് ഓഫ്. ഏത് റോഡ് പാറ്റേൺ ആയിരുന്നു? സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേൺ ആണ് വരുന്നത്. സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേൺ ആണ്. നാഗ്പൂർ റോഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 20-year പ്ലാനിൽ വരുന്നതാണ് നാഗ്പൂർ റോഡ് പ്ലാൻ. ആ 20-year റോഡ് പ്ലാനിൽ ഫസ്റ്റ് വരുന്ന റോഡ് പ്ലാൻ ആണ് നാഗ്പൂർ റോഡ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് നാഗ്പൂർ റോഡ് പ്ലാൻ. അതുപോലെ തന്നെ ഈ നാഗ്പൂരിൽ എത്ര കിലോമീറ്ററാണ് അവർ ടാർഗറ്റ് ചെയ്തതെന്നുള്ള ഒരു 100 km² വെറും 16 km അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ NH, SH, മേജർ ഡിസ്ട്രിക്റ്റ്, അതർ ഡിസ്ട്രിക്റ്റ്, വില്ലേജ് റോഡ് എല്ലാം അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം വന്നത് നാഗ്പൂർ റോഡ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Nagpur road plan formula take into account the town with very large population. Second point, Nagpur road plan has a target road length of 32 km per 100 square kilometer. C, second 20-year plan has provided 1600 km of expressways out the proposed national highway. Second 20-year plan allowed deductions of length of railway track in the area while calculate the length of roads. നമ്മളിപ്പം പറഞ്ഞതിൽ നമുക്ക് തന്നെ കറക്റ്റായിട്ട് ഇതിലൊരു പോയിൻ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഏതാണ്? ഓപ്ഷൻ സി അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ എത്രയാണ് അവർ ടാർഗറ്റ് ചെയ്തത്, എത്രയാണ് കൊണ്ടുവന്നത്. അത് നാഷണൽ ഹൈവേയുടെ ബേസിസിലാണ് ആ എക്സ്പ്രസ് വേയിലോട്ട് അവർ വന്നത്. ഓക്കെ, എക്സ്പ്രസ് വേ വരുന്നത് ബോംബെ റോഡ് പ്ലാനിലാണ്. അപ്പോൾ ആ ഒരു ബോംബെ റോഡ് പ്ലാൻ ബേസ് ചെയ്തിരിക്കുന്നത് നാഗ്പൂരിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. The shape of the camber best suited for cement concrete pavement. സിമൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കേംബർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആണോ, പാരാബോളിക് ആണോ, എലിപ്റ്റിക്കൽ ആണോ, അതോ കോമ്പിനേഷൻ ഓഫ് സ്ട്രെയിറ്റ് ആൻഡ് പാരാബോളിക് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ക്യാമ്പർ എന്താണെന്ന് അറിയാമല്ലോ. നമ്മുടെ റോഡിന് കൊടുക്കുന്ന ആ വരുന്ന വെള്ളത്തിനെയൊക്കെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടി നമ്മളൊരു ചെറിയൊരു സ്ലോപ്പ് കൊടുക്കും. ആ സ്ലോപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ ക്രോസ് സ്ലോപ്പ് എന്ന് പറയാം. ഈ ക്യാമ്പർ മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. ഒന്നാണ് ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫസ്റ്റ് വൺ പാരാബോളിക്. ഈ പാരാബോളിക്കിനെ നമ്മൾ എലിപ്റ്റിക്കൽ എന്നോ അല്ലെങ്കിൽ ബാരൽ ക്യാമ്പർ എന്നോ പറയാം. പാരാബോളിക്കിനെ എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ ബാരൽ ക്യാമ്പർ എന്ന് പറയാം. ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിനാണ് ഏറ്റവും ബെസ്റ്റ്. ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിനാണ് പാരാബോളിക്ക് ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർമലി ബിറ്റൂമിനസ് സർഫസ് ആണ് പറയുന്നത്. പാരാബോളിക്ക് ബിറ്റൂമിനസ് സർഫസ് ആണ്. ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത്, രണ്ടാമത്തെ ടൈപ്പ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ അതിനെ സ്ലോപ്ഡ് ക്യാമ്പർ എന്നായിരിക്കും പറയുന്നത്. പൊതുവേ ഇത് സ്ലോ മൂവിങ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സ്ലോ മൂവിങ് വെഹിക്കിൾസ് കോൺക്രീറ്റ് റോഡ്സിനായിരിക്കും മെയിനായിട്ട് പറയുന്നത്, കോൺക്രീറ്റ് റോഡ്. പിന്നെ ഇത് രണ്ടും കൂടെ വരുന്ന കോമ്പിനേഷനാണ് സ്ട്രെയിറ്റ് ആൻഡ് പാരാബോളിക് എന്ന് പറയുന്നത്. മിക്സ്ഡ് ട്രാഫിക് കണ്ടീഷൻസ് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കോമ്പിനേഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്. മെജോറിറ്റി കോമ്പിനേഷൻ തന്നെയാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതായിരുന്നു? കോൺക്രീറ്റ് പേയ്മെൻറ്റിന് ഏതെന്നാണ് ചോദിച്ചിരുന്നത്. കോൺക്രീറ്റ് പേയ്മെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ ഏതാണ്? സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. കോൺക്രീറ്റ് പേയ്മെൻറ്റിന് സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. For waterbound macadam roads in localities in heavy rainfall, the recommended values of camber. ഓൾറെഡി നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ലൈവ് സെക്ഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഏതാണ് വരുന്നത്? 1 in 33. ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിക്കണം. ഹെവി ആയാലും ലോ റെയിൻഫോൾ ആയാലും ഏതൊക്കെ വാല്യൂസാണ് ഓരോ റോഡിനും വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. When the path travelled along the road surface is more than the circumferential movement of the vehicle due to rotation, then this result. അതിൻ്റെ റിസൾട്ട് എന്താണ്? ഓപ്ഷൻ ബി ആണ്, skidding. Coefficient of friction is less when the permanent surface is. coefficient of friction ലെസ് ആണെങ്കിൽ ആ ഒരു സർഫസ് സ്മൂത്തുമായിരിക്കും, വെറ്റുമായിരിക്കും. The desirable length of overtaking zone. ഓവർടേക്കിംഗ് സോണിൻ്റെ ഡിസൈറബിൾ ലെങ്ത് ആണ് ചോദിക്കുന്നത്.
ഈ ഓവർടേക്കിംഗ് സോൺ എടുക്കുമ്പോൾ തന്നെ ഒരു ലെങ്ത് ഒന്നും അല്ല നമ്മൾ പഠിക്കുന്നത്, 2 ലെങ്ത് അതിൽ സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഓവർടേക്കിംഗ് സോണിൽ. അത് രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കുക. ഡിസൈറബിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിസൈറബിൾ ലെങ്ത്. ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ അത് 5 × OSD ആണ്, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് വരുന്നത്. മിനിമം ലെങ്ത് ആണ് ചോദിക്കുന്നതെങ്കിൽ മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ, മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ ആണെങ്കിൽ 3 × OSD ആണ് വരുന്നത്. ഡിസൈറബിൾ ലെങ്ത് ആണെങ്കിൽ 5 × OSD. അതേസമയം ചോദിക്കുന്നത് മിനിമം ലെങ്ത് ആണെങ്കിൽ അത് 3 × OSD ആണ് വരുന്നത്. നമുക്കിപ്പോൾ ഏതാണ് വരുന്നത്? ഡിസൈറബിൾ അല്ലേ, 5 times ദ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. ശ്രദ്ധിക്കാം, മിനിമം ലെങ്ത് 3 × OSD, ഡിസൈറബിൾ ലെങ്ത് 5 × OSD ആണ് വരുന്നത്. അതുപോലെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിൽ ഡ്രൈവറിൻ്റെ റിയാക്ഷൻ ടൈം 2 സെക്കൻഡ് ആണ് വരുന്നത്. അതേസമയം സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൽ ഡ്രൈവറിൻ്റെ റിയാക്ഷൻ ടൈം ചോദിച്ചാൽ 2.5 സെക്കൻഡ്സ് ആയിരിക്കും വരുന്നത്. വ്യത്യാസമുണ്ട്, സ്റ്റോപ്പിംഗ് സൈഡിൽ 2.5 സെക്കൻഡും അതേസമയം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിൽ ഡ്രൈവറിൻ്റെ റിയാക്ഷൻ ടൈം 2 സെക്കൻഡ്സും ആണ് വരുന്നത്. ഇതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് പഠിക്കുന്ന സമയത്ത്, ഏതാണ് ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്, ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് പഠിക്കുന്ന സമയത്തും നമുക്കൊരു വാല്യൂ പഠിക്കാനുണ്ട്. ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 × സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. ഇതും ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2 × സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന് ഈക്വൽ ആണ്. ദ ruling design speed on a national highway in plain terrain as per IRC recommendation. റൂളിംഗ് ഡിസൈൻ സ്പീഡാണ്, NHലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 100 km/h. The equilibrium superelevation required to counteract the centrifugal force fully given by. ഓപ്ഷൻസ് ഇതാണ്. ഇതിലേതാണ് കറക്റ്റ്? സൂപ്പർ എലിവേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. V²/127R. ഇത് എന്തിലുള്ള വാല്യൂ ആണ്? km/h. ഇത് m/s ആയിരുന്നു എങ്കിൽ എനിക്ക് V²/GR എന്ന് എഴുതാമായിരുന്നു. ഓക്കെ, V²/GR ആണെങ്കിൽ അത് m/s-ലും V²/127R എന്ന് പറഞ്ഞാൽ km/h ആണ്. ഇനി ഇക്വിലിബ്രിയം തന്നെ ഡിസൈൻ്റെ ബേസിസിൽ പറയുമ്പോൾ അതിന് വേറൊരു ഇക്വേഷനാണ് V²/225R ആണ് വരുന്നത്. V²/225R അത് സൂപ്പർ എലിവേഷൻ്റെ ഡിസൈൻ ബേസിസിലാണ് പറയുന്നത്. ഫോർ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് ഇൻ ഇന്ത്യ ദ ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ഗിവൺ ടു. ട്രാൻസ്പോർട്ടേഷൻ ബേസ് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മളിതിൽ ആർക്കാണ് കൊടുക്കുന്നത്? റോഡിനാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് റോഡിനാണ് കൊടുക്കുന്നത്. The term used for major or important roads of a country is. ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ മേജറുമായിട്ടുള്ളത് ഹൈവേ ആണേ വരുന്നത്. ഹൈവേ. എ റോഡ് കണക്റ്റിംഗ് 2 towns ഈസ് കോൾഡ്. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഹൈവേ ചില സിറ്റുവേഷൻസിൽ കൺട്രി റോഡെന്നും കണ്ടിട്ടുണ്ട്. The portion of a road surface which is used by vehicular traffic is known as. വെഹിക്കുലാർ ട്രാഫിക് വരുന്ന പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്. കാരേജ് വേ ആണ്. കാരേജ് വേ. The city roads which are meant for through traffic usually on a continuous routes are known as. Arterial street ആണ്. The central portion of a road for high speed vehicles is known as. ഇതിൽ സെൻട്രൽ പോർഷൻ എന്ന് തന്നെ മെൻഷൻ ചെയ്യണമെന്നില്ല. ഹൈ സ്പീഡ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള പോർഷനെ നമ്മൾ പറയുന്നത് മോട്ടോർ വേ എന്നാണ്. ഓക്കെ, സെൻട്രൽ പോർഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേറെ രീതിയിലോട്ട് ആൻസർ പോവാം. പക്ഷെ ബാക്കിയുള്ള നോക്കുക, ഹൈ സ്പീഡ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള പോർഷനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിനെ മോട്ടോർ വേ എന്നാണ് പറയുന്നത്. ദ വിഡ്ത്ത് ഓഫ് കാരേജ് വേ ഫോർ എ 2-lane റോഡ് വിത്ത് റൈസ്ഡ് കർബ്സ് ആസ് റെക്കമെൻഡഡ് ബൈ IRC. IRC റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു കാരേജ് വേയുടെ ലൈനിൻ്റെ കാര്യം അത് സ്പെസിഫൈ ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ട്. 2 ലൈൻ ആണ്, കേബ് ഉണ്ട്, കേബ് റേസ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ എങ്കിൽ അതെത്രയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് 7.5. ഇനി കേബ് ഇല്ല, വിത്തൗട്ട് കേബാണ് ക്വസ്റ്റ്യനിലെങ്കിൽ നമ്മൾ ഏതെടുത്തേന്? 7 എടുത്തേന്. വിത്തൗട്ട് കേബ് ആണെങ്കിൽ നമ്മൾ 7 എടുത്തേനെ. അതുപോലെ ഇൻ്റർമീഡിയറ്റ് കാരേജ് വേ ആണെങ്കിൽ 5.5 മീറ്റർ ആയിരുന്നു
ആൻസർ വരേണ്ടിയിരുന്നത്. ഇനി സിംഗിൾ ലൈൻ ആണെങ്കിൽ എത്രയായിരിക്കുമായിരുന്നു? 3.75 ആണ്. സിംഗിൾ ലൈൻ 3.75. 2 ലൈൻ 2 ഉണ്ട്. വിത്ത് കർവ്, വിത്തൗട്ട് കർവ് 7 ആണ്. വിത്ത് കർവ് വരുമ്പം 7.5 ആണ്. ഇൻ്റർമീഡിയറ്റ് 5.5. പിന്നെ ഈ മൾട്ടി ലൈൻ പെർഫോമൻസ് ഒക്കെ വരുന്ന സമയത്ത് 3.5 വെച്ച് ഓരോ ലൈൻസ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. All the specifications for highway planning and design are given by. പ്ലാനിങ്ങും ഡിസൈനും എല്ലാം വരുന്ന നമ്മുടെ ഇന്ത്യയിൽ പറയുന്ന ഏത് തന്നെയാണ്? IRC ആണ് പറയുന്നത്. കാരേജ് വേ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഡാഷ് വൈഡ് ഷോൾഡേഴ്സ്. കാരേജ് വേ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നോർമലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷോൾഡർ എന്ന് പറയുമ്പോൾ ഒരു 2 മീറ്ററിലാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് 1.25 to 2 മീറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Footpaths are particularly provided in the case of urban roads. ഓക്കെ ആണത്. ഫുട്പാത്ത്സ് ആർ 50 cm to 20 cm ഹയർ ദാൻ ദ റോഡ് സർഫസ്. അതും കറക്റ്റാണ്. ഷോൾഡേഴ്സ് ആർ ജനറലി ഇൻ ലെവൽ വിത്ത് റോഡ് സർഫസ് ഹാവിങ് എ സ്ലോപ്പ് ടുവേർഡ്സ് ദ ട്രെയിൻ സൈഡ്. അതും കറക്റ്റ് തന്നെയാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. The Grand Trunk Road was constructed during. ഗ്രാൻഡ് ട്രങ്ക് റോഡ് കൺസ്ട്രക്ഷൻ ആണ്. ഏത് വർഷമാണ്? 1540 to 1545 AD ഗ്രാൻഡ് ട്രങ്ക് അല്ലെങ്കിൽ GT റോഡ് വരുന്നത്. അത് ആ ഇയർ ഒന്ന് നോക്കി വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നേ ഒരുപാട് 2-3 പ്രാവശ്യം, 2-3 അത്യാവശ്യം പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഷേർഷാ സൂരിയാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തത്. The road connecting capital cities of states is called. ഏതാണ്? സ്റ്റേറ്റ് ഹൈവേ. A department of public work, now known as Central Public Work Department, was formed to look after the work of road construction during the period of. ആരുടെ പീരീഡിൽ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ്. ആരുടെ അണ്ടറിലെന്നാണ്? ഓപ്ഷൻസ്: ലോർഡ് വില്യം ബെൻറ്റിക്, ലോർഡ് ഡെൽഹൌസി, ലോർഡ് മായോ, ലോർഡ് റിപ്പൺ. നമ്മുടെ ആൻസർ വരുന്നത് ലോർഡ് ഡെൽഹൌസി. ലോർഡ് ഡെൽഹൌസി എന്ന് പറയുമ്പോൾ ലോർഡ് വില്യം ഡെൽഹൌസി എന്നാണ് പേര്. 1854 CPWD അല്ലെങ്കിൽ സെൻട്രൽ പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് മിലിറ്ററി റോഡ് കൺസ്ട്രക്ട് ചെയ്തത് ആരെന്ന് ചോദിച്ചിരുന്നു. മിലിറ്ററി റോഡ് കൺസ്ട്രക്ട് ചെയ്തത് ലോർഡ് വില്യം ബെൻറ്റിക് ആണ്, 1835. ഓക്കെ, ലോർഡ് വില്യം ബെൻറ്റിക് ആണ് 1835 മിലിറ്ററി റോഡ്. ഓക്കെ, ഡെൽഹൌസി, ലോർഡ് വില്യം ഡെൽഹൌസി എന്ന് പറയുന്ന 1854 CPWD. ഓക്കെ, ഇവരുടെ അണ്ടറിലായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലാതെ ഇവർ ഡെവലപ്പ് ചെയ്തു എന്നല്ല, ഇവരുടെ അണ്ടറിലായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ടേക്കിംഗ് ഓഫ് പോയിന്റ് ഇൻ റോഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ? ടേക്കിംഗ് ഓഫ് ചെയ്തത് എന്ന് ചോദിച്ചാൽ തുടക്കം കുറിച്ചത് എന്നുള്ളതാണ്. 20-year പ്ലാനിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? നാഗ്പൂർ റോഡ് പ്ലാൻ ആയിരുന്നു. നാഗ്പൂർ റോഡ് പ്ലാൻ.